ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ കയ്യിൽ ഇങ്ങനെ ആടി ഉലയുന്ന ഈ ഒരു ബാഗ് നിങ്ങൾ എന്താണെന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിറച്ചിങ്ങനെ കാർഡ്ബോർഡ് ബോക്സുകളാണ്. അപ്പോൾ ഈ ബോക്സുകളൊക്കെ വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ഒക്കെ കളയുന്ന കാർഡ്ബോർഡ് ബോക്സുകളാട്ടോ. അപ്പോൾ ഈ ബോക്സുകളൊക്കെ വെച്ചിട്ട് നമ്മളിന്നൊരു സംഭവമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സംഭവമാട്ടോ. നമ്മൾ ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ ഇങ്ങനെ വേസ്റ്റായി കളയുന്ന കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത്രയും ബോക്സുകൾ വേസ്റ്റും കുറയും, നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. ഫെവി ബോണ്ടിൻ്റെ ഒരു കാർഡ്ബോർഡാണ്, ബോക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അറ്റത്തെ രണ്ട് സൈഡ് ഞാൻ മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ ആ തുണിയിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മൾ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പം ജസ്റ്റ് വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണ് ലാസ്റ്റിലത്തെ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ഇതുപോലെ തുണി എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏതെങ്കിലും വേസ്റ്റായിട്ടുള്ള തുണികൾ മതി, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തുണിയുടെ തന്നെ തയ്ക്കാനൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കട്ട് പീസുകൾ കിട്ടുമല്ലോ. അപ്പോൾ ആ കട്ട് പീസ് വെച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതി. ഇപ്പോൾ ഫെവി ബോണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഒട്ടിക്കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ട് സൈഡ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുക്കൂടെ ഞാൻ പശ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഡോരി ഉണ്ടല്ലോ, ഡോരി മീൻസ് നമ്മൾ വലിച്ചു മുറുക്കുന്ന ആ ഒരു സാധനം, അത് ഞാൻ വേറൊരു ടൈപ്പാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അതിങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള ഡോരി കിട്ടും കേട്ടോ, ത്രെഡിൻ്റെ കിട്ടും, അതുപോലെ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുന്ന കിട്ടും, അതുപോലെ തന്നെ ഇതുപോലത്തെ ഡോരി കിട്ടും. അപ്പോൾ ഒത്തിരി ഡോരികളുണ്ട് കേട്ടോ, പല കളറിൽ നല്ല നല്ല ഡോരികളുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ പശ വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു തുണിയും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് നമ്മൾ വൃത്തിയോടൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാർഡ്ബോർഡാണെന്നൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുണി വെച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ നല്ലപോലെ പശ തൂത്തിട്ട് സെയിം അതേ ലെങ്തിലൊക്കെയുള്ള ഒരു ക്ലോത്തൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി എക്സ്ട്രാ പോർഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം നമുക്കിതുപോലെ കാർഡ്ബോർഡ് പീസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഭയങ്കര നല്ല സൂപ്പറായിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ഓരോന്നൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയാതെ നമുക്കിതുപോലത്തെ ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണ് ഇതുപോലത്തെ ലേസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഈ ചുരിദാറിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ബ്ലൗസിനും ഷോളിനും ഒക്കെ അറ്റത്തടിക്കുന്ന ലേസ് ഉണ്ടല്ലോ, ആ ലേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലേസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, പഴയ തുണികളുടെയൊക്കെ ലേസ് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. അത് ജസ്റ്റ് ഇതുപോലെ ഞാനൊന്ന് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് കൊട്ടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് വാങ്ങിച്ച സ്റ്റോറെന്ന് പറഞ്ഞൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിറേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിറേഴ്സ് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മുത്തുകളൊക്കെ ആണെങ്കിൽ അത് ഒട്ടിക്കാം, സ്റ്റോൺ ചെയിൻസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം, എങ്ങനെ വേണേലും എന്ത് വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു സംഭവം പഴയ ഒരു കാർഡ്ബോർഡിൽ നിന്ന് എടുത്ത ഒരു പീസാണെന്നുള്ളത്? ഇല്ലല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമല്ലേ ഇത്. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റോൺ അല്ല, മിറേഴ്സൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മിററിന് ചുറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോർഡർ പോലൊക്കെ നമുക്ക് സ്റ്റോൺ ചെയിൻസ് ഒക്കെ വെച്ച് നമുക്ക് അട്രാക്റ്റീവ് ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയാതെ ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അതാണ് കണ്ടോ, ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചോക്കർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡ്രസ്സിനനുസരിച്ച്, അപ്പം അതിൻ്റെ കൂടെ ഒരു കമ്മൽ ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഇത് കളർ അനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ ചോക്കേഴ്സൊക്കെ ഉണ്ടാക്കി ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഇടാനൊക്കെ നല്ലൊരു സംഭവമാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചോക്കർ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ താങ്ക്